ഇപ്പോൾ കോൺഗ്രസ് നേതാവ് എ ഷുക്കൂർ കൂടി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ എ ഷുക്കൂർ, എക്സിറ്റ് പോൾ ഫലങ്ങൾ പകുതി തള്ളിക്കളയുകയാണ് കോൺഗ്രസ് നേതൃത്വം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കേരളത്തിലെ എന്തൊക്കെയാണ് UDFന്റെ വിജയ പ്രതീക്ഷകൾ? ഒരു സംശയം വേണ്ട, കേരളത്തിൽ 20 സീറ്റിലും കോൺഗ്രസ് UDF ജയിക്കാൻ പോവുക. 20 സീറ്റിൽ ജയിക്കാൻ പോവുക. അത്തരം ഒരു വേവ് പോലും UDFന് അനുകൂലമായി കേരളത്തിൽ ഉണ്ടായിരിക്കുക. നാഷണൽ പെയ്ഡ് മീഡിയ ഉണ്ട്, പെയ്ഡ് മീഡിയ. അവർ എക്സിറ്റ് പോൾ ഇറക്കിയിട്ടുണ്ട്. ആ പറയുന്നതിൽ ഒരു സത്യമില്ല. അതിന്റെ വ്യക്തമായ തെളിവാണ് പ്രാദേശികമായ കേരളത്തിലെ ചാനലുകൾ, അത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ചാനലുകൾ. അവർ ഈ ഇന്റർനാഷണൽ പ്രാധാന്യമുള്ള ചാനലുകളുടെ അല്ലെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ പരിശോധിക്കുന്നു. ഈ രണ്ടും പരിശോധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ യാഥാർത്ഥ്യവും റിയാലിറ്റി നമുക്ക് ബോധ്യപ്പെടുന്നു. അത് ജനങ്ങളുടെ ഗവൺമെന്റിന് വിരുദ്ധമായ ഒരു ചിന്ത, അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണവിരുദ്ധ വികാരം മാളിക്കത്തിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിലും രാജ്യത്തുടനീളമുണ്ട്. അത് പ്രതിഫലിക്കപ്പെടുന്ന റിസൾട്ടായിരിക്കും വരാൻ പോകുന്നത്. അത് 20 പാർലമെന്റ് സീറ്റുകളും UDF ജയിക്കാൻ പോവുകയാണ്. അത് നമുക്ക്, അതായത് കേരളത്തിൽ BJP ഒരിടത്തും 2ാം സ്ഥാനത്ത് പോലും എത്തില്ലെന്നാണോ താങ്കളുടെ വിലയിരുത്തൽ? BJP 2ാം സ്ഥാനത്ത് വരുന്ന ചില നിയോജകമണ്ഡലങ്ങൾ കണ്ടേക്കാം. അത് വിരലിൽ എണ്ണാവുന്നതെന്നല്ല, 1ഓ 2ഓ അതിനപ്പുറം പോകുന്ന പ്രശ്നമില്ല. അങ്ങനെയെങ്കിൽ ആ വോട്ടുകൾ എവിടെ നിന്ന് ചോർന്നായിരിക്കും? 3ാം സ്ഥാനത്ത് പോകാൻ സാധ്യതയുള്ള പാർട്ടി മുന്നണി എന്ന് പറയുന്ന LDF ആണ്. അവിടെ LDFന്റെ വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ളത് പിന്നെ പരിശോധിച്ചാൽ മതി. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് 20 പാർലമെന്റ് അംഗങ്ങൾ UDFന് ഉണ്ടാക്കാൻ പോവുകയാണ് നാട്ടിൽ. 20 UDFന്, ഇന്ത്യ മുന്നണിക്കല്ല, UDFന്. ഇന്ത്യ മുന്നണി അതിന്റെ നേട്ടം ആ രൂപത്തിൽ ഉൾക്കൊള്ളുമ്പോൾ UDF അംഗങ്ങൾ 20 പേർ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് നാളെ തെരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണ്. കാരണം അതിന്റെ പ്രതിഫലനം നമ്മൾ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും പ്രചരണ ഘട്ടങ്ങളിലും നമുക്ക് ബോധ്യപ്പെട്ടതാണ്. പോളിംഗ് ഡേയിലും ബോധ്യപ്പെട്ടതാണ്. അതാണ് യാഥാർത്ഥ്യം, വസ്തുത. അത് എത്ര ഉത്കർഷിച്ച് പറഞ്ഞാലും, എത്ര മറ്റ് ചാനലുകളെ കൊണ്ട്, ദേശീയ ചാനലുകളെ കൊണ്ട് പ്രധാനമന്ത്രി എക്സിറ്റ് പോൾ ഇറക്കിച്ചാലും ഒരു സംശയവുമില്ല, അതൊന്നും അല്ല നടക്കാൻ പോകുന്നത്. യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അത് 2004 നമ്മൾ അനുഭവിച്ചതാണ്. മറ്റു പല സന്ദർഭങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ അനുഭവിച്ചതാണ്. ഈ ചില ചാനലുകൾ എക്സിറ്റ് പോളിലൂടെ ശരി ഷുക്കൂർ, എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ഉള്ളത്, കോൺഗ്രസ് നേതൃത്വമുള്ളത്. 20-ൽ 20 എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്.